Hi students, welcome to today's chemistry class, P block elements, part 3. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് പി ബ്ലോക്കിലെ ഗ്രൂപ്പ് 14 എലമെന്റ്സിനെ പറ്റിയാണ്. ഗ്രൂപ്പ് 14നെ കാർബൺ ഫാമിലി എന്നും അറിയപ്പെടുന്നു. കാർബൺ ഫാമിലി. The non-metal carbon exists as element in several forms. നമുക്ക് കാർബൺ ഫാമിലിയെ പറ്റി പറയുമ്പോൾ ആദ്യത്തെ എലമെൻ്റായ കാർബണിൻ്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോംസ് ആണ് ഡയമണ്ടും ഗ്രാഫൈറ്റും. ഓക്കെ, നമ്മൾ കാർബൺ ഫാമിലിയിലേക്ക് കിടക്കാം. ഗ്രൂപ്പ് 14നകത്തുള്ള മെമ്പേഴ്സാണ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്. ഇവയെ കൂടാതെ ഫ്ലേവിയം എന്ന് പറയുന്ന ഒരു സിന്തറ്റിക്കലി പ്രിപ്പയർഡ് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റും കൂടെ ഉണ്ട്. സിംബൽ ഓഫ് ഫ്ലേവിയം ഈസ് Fe. ഇറ്റ് ഹാസ് ആറ്റോമിക് നമ്പർ 114. ഫ്ലേവിയം. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് 14 എലിമെൻസിനെ പരിചയപ്പെട്ടു. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ ആൻഡ് ലെഡ്. കാർബൺ ഫാമിലിയെ പറ്റി, എന്തുകൊണ്ടാണ് കാർബൺ ഫാമിലി എന്ന് പറയുന്നത്? ഗ്രൂപ്പ് 14ലെ ആദ്യത്തെ എലമെന്റ് ആണ് കാർബൺ. അതുകൊണ്ട് നമ്മൾ കാർബണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തല്ലേ. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. കാർബൺ ഒരു നോൺ മെറ്റലാണ്. ഇവിടെ ഈ ഗ്രൂപ്പിൽ രണ്ട് മെറ്റലോയിഡ്സ് ഉണ്ട്, സിലിക്കോണും ജെർമേനിയമാണ്. സിലിക്കൺ ആൻഡ് ജെർമേനിയം മെറ്റലോയിഡ്സ്. എന്താണ് മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ? മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും ഇടയ്ക്ക് കാണിക്കുന്ന പ്രോപ്പർട്ടീസ്, അതായത് രണ്ടിൻ്റെയും ക്യാരക്ടറിൻ്റെ ഇടയ്ക്കുള്ളതാണ് സിലിക്കണും ജെർമേനിയവും. അതുപോലെ മെറ്റലാണ് ടിന്നും ലെഡും. ടിന്നിൻ്റെ സിമ്പലാണ് Sn, ടിൻ, Sn, ലെഡ് Pb. കാർബൺ ഫാമിലിക്കകത്ത് കാർബൺ നോൺ മെറ്റൽ, സിലിക്കൺ, ജെർമേനിയം എന്ന് പറയുന്ന മെറ്റലോയിഡ്സ് ആണ്. ടിന്നും ലെഡും മെറ്റൽസ് ആണ്. ഈച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ഹാസ് 4 outermost electrons. ഇതിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് ആണ് 4. മെറ്റാലിക് നേച്ചർ ഓഫ് ദി എലമെന്റ്സ് ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും മെറ്റാലിക് ക്യാരക്ടർ കൂടുന്നു. ദി എലമെന്റ്സ് ഹവ് ലെസ് ഇസ് ഇൻ കോമൺ ഫിസിക്കലി ആൻഡ് കെമിക്കലി ദാൻ ഡു ദ മെമ്പേഴ്സ് ഓഫ് മോസ്റ്റ് അതർ ഫാമിലീസ് ഓഫ് എലമെന്റ്സ്. കാർബൺ നോൺ മെറ്റലാണ്, സിലിക്കൺ നോൺ മെറ്റൽ, ജെർമേനിയം മെറ്റലോയിഡ് ആണ്, ടിന്ന് മെറ്റലോയിഡ്, ലെഡ് മെറ്റൽ. മെറ്റാലിക് ക്യാരക്ടർ താഴോട്ട് വരുന്നതോറും ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യുന്നു. 4 valence electrons generally react by sharing electrons consist of non-metal, metalloid and metals. ഗ്രൂപ്പ് 14 എന്ന് പറയുന്നത് മെറ്റൽസും നോൺ മെറ്റൽസും മെറ്റലോയിഡും അടങ്ങിയ ഒരു നല്ലൊരു ഗ്രൂപ്പാണ്. കാർബൺ മോസ്റ്റ് വെർസറ്റൈൽ എലമെന്റ് ക്യാൻ ഫോം മില്യൺസ് ഓഫ് കോമ്പൗണ്ട്സ്. ഫീൽഡ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ഹാസ് സെവറൽ അലോട്രോപ്സ് ഉണ്ട്. കാർബണിന്റെ അലോട്രോപ്സ് ഏതൊക്കെയാണ്? ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഫുള്ളറൈൻ, കാർബൺ ബ്ലാക്ക്. ഇവയെല്ലാം കാർബണിന്റെ അലോട്രോപ്സ് ആണ്. സിലിക്കൺ എന്ന് പറയുന്നത് സെക്കൻഡ് മോസ്റ്റ് എലമെന്റ് ഇൻ ദി എർത്ത് ക്രസ്റ്റ് ആണ്. ക്വാർട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മെനി ഇൻഡസ്ട്രിയൽ യൂസ് ഉണ്ട്. അതുപോലെ ലെഡ് പോയിസൺ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ടോക്സിക് ആണ്. യൂസ് ടു ബി ഇൻ പെയിന്റ്, പ്ലംബിംഗ്, ഗ്യാസോലിൻ. നമ്മൾ ഗ്രൂപ്പ് 14 എലമെന്റ്സിനെ പരിചയപ്പെട്ടു. ഇൻ എലമെന്റൽ ഫോം ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ കോൾ, ഗ്രാഫൈറ്റ്. അതുപോലെ നമ്മൾക്ക് കാർബണിന്റെ കോൾ, ഡയമണ്ട്, ഗ്രാഫൈറ്റ്. In combined form, it is available as metal carbonates, hydrocarbons and carbon dioxide gas in air. Carbon availability ആണ്. Carbon is versatile element in the world. കാർബണിന്റെ പലതരത്തിലുള്ള വകഭേദങ്ങളാണ് കോൾ, ഡയമണ്ട്, ഗ്രാഫൈറ്റ്. ഈ ആദ്യത്തെ ഗ്രൂപ്പിലെ 14 ഗ്രൂപ്പിലെ ഏറ്റവും ആദ്യത്തെ മെമ്പറാണ് കാർബൺ. അതുകൊണ്ട് കാർബണിന്റെ പലതരത്തിലുള്ള അവസ്ഥാഭേദങ്ങൾ നമുക്ക് നോക്കാം. ക്രിസ്റ്റലൈൻ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അമോർഫസ് ഉണ്ട്. കാർബണിന്റെ ക്രിസ്റ്റലൈൻ ഫോംസ് ആണ് ഡയമണ്ടും ഗ്രാഫൈറ്റും. ഡയമണ്ട് നല്ല ലോകത്തിലെ ഏറ്റവും തിളക്കമുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള വസ്തുവാണ് ഡയമണ്ട്. ഗ്രാഫൈറ്റ്. കാർബണിന്റെ അമോർഫസ് ഫോംസ് ആണ് കോൾ, ചാർക്കോൾ, ലാംപ് ബ്ലാക്ക്. നമ്മൾ എല്ലാം പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ്. അമോർഫസ് ഫോം ആണ്. കാർബൺ ഹാസ് 2 സ്റ്റേബിൾ ഐസോട്ടോപ്പ് ഉണ്ട്, കാർബൺ 12ഉം കാർബൺ 13ഉം. It is widely distributed in nature in free state as well as in the combined form. Carbon has third isotope carbon 14
It is radioactive and used for radiocarbon dating. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. റേഡിയോ കാർബൺ ഡേറ്റിങ്ങിനെ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് കാർബൺ 14. ഓർത്തിരിക്കുക, കാർബൺ 14. കാർബണിൻ്റെ 3 ഐസോട്ടോപ്പ്, കാർബൺ 12, കാർബൺ 13, കാർബൺ 14. എന്താണ് ഐസോട്ടോപ്പിനകത്ത് സിമിലാരിറ്റി? സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺ. പിന്നെ എന്താണ് വ്യത്യാസമുള്ളത്? ഡിഫറെൻ്റ് മാസ് നമ്പർ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ന്യൂട്രോണിൻ്റെ എണ്ണം. ഓക്കെ, കാർബൺ 14 അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് 14 അടുത്ത സെക്കൻഡ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് സിലിക്കൺ. സിലിക്കൺ എന്ന് പറയുന്നത് 27.7% ബൈ മാസ്. അതായത് മോസ്റ്റ് അബണ്ടന്റ് എലമെന്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ആണ് സിലിക്കൺ. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ നേച്ചർ ആസ് സിലിക്കയുടെ ഫോർമുല ആണ് SiO2 ആൻഡ് സിലിക്കേറ്റ്സ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട് ഓഫ് സെറാമിക്, ഗ്ലാസ് ആൻഡ് സിമെന്റ്. സിലിക്കൺ. അടുത്ത എലമെന്റ് ആണ് ജെർമേനിയം. ജെർമേനിയം എക്സിസ്റ്റ് ഓൺലി ഇൻ ട്രേസസ്. ടിൻ ഒക്കേഴ്സ് ആസ് SnO2. ടിൻ ഓർത്തിരിക്കുക, ടിന്നിന്റെ സിമ്പിൾ ആണ് SN. ഓക്കെ, SN, ടിൻ. ആൻഡ് ലെഡ് നമുക്ക് കിട്ടുന്ന ഗലീന, അതിന്റെ ലെഡ് സൾഫൈഡ് ആയിട്ടാണ്. അൾട്രാ പ്യുവർ ജെർമേനിയം ആൻഡ് സിലിക്കൺ ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് സെമികണ്ടക്ടർ ഡിവൈസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണിത്. ആ ഗ്രൂപ്പിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ജെർമേനിയം, സിലിക്കണും. നമ്മുടെ മോഡേൺ യുഗത്തിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ഒക്കെ ഇത് വെച്ചാണ് നിർമ്മിക്കുന്നത്. ജെർമേനിയം, സിലിക്കൺ ഒക്കെ വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗ്രൂപ്പിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് അവലോകനം ചെയ്താൽ, ആറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ആസ് വി ട്രാവൽ ഡൗൺ ദ കോളം. അതായത് ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നത് ആറ്റോമിക് റേഡിയസ് കൂടി വരുന്നു. ടിൻ ആൻഡ് ലെഡ് ആർ മാലിബിൾ ആൻഡ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. ടിൻ ആൻഡ് ലെഡ് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്. കാർബൺ, സിലിക്കൺ ആൻഡ് ജെർമേനിയം ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്സ് ആൻഡ് ആർ ബ്രിട്ടിൽ. വാല്യൂസ് ഓഫ് കളേഴ്സ് വേരി ഫ്രം എലമെന്റ്സ് ടു എലമെന്റ്. ഹവർ ഓൾ എലമെന്റ്സ് ഷെയർ എ സിൽവർ ഗ്രേ അപ്പിയറൻസ് ആസ് വെൽ ആസ് എ ഷൈനി മെറ്റാലിക് ക്വാണ്ടിറ്റി. കളറ് പലതരത്തിലുള്ള കളേഴ്സാണ്. കാർബൺ കളർ ചേഞ്ചസ് ഫ്രം ഡിപ്പെൻഡിങ് ഓൺ ദ ഫോം. കാർബൺ നമുക്കറിയാം, ഗ്രാഫൈറ്റിലും കാർബണുണ്ട്, ഡയമണ്ടിലും കാർബണുണ്ട്. രണ്ട് തമ്മിലും അജഗജാന്തര വ്യത്യാസമാണ്. അന്നേരം കാർബൺ കളർ ചേഞ്ച് ഡിപ്പെൻഡിങ് ഓൺ ഫോം. സിലിക്കൺ ഈസ് ഡാർക്ക് ഗ്രേ, ജെർമേനിയം ഈസ് വൈറ്റ് ഗ്രേ. ടിൻ ഹാഡ് 2 ഫോംസ്, വൺ ഈസ് വൈറ്റ് ടിൻ ആൻഡ് വൺ ഈസ് ഗ്രേ ടിൻ. ലെഡ് എന്ന് പറയുന്നത് ഡൾ ഗ്രേ ആണ്. ലെഡ് പലതരത്തിലുള്ള കളർ കാണിക്കുന്നു. ഗ്രൂപ്പ് 14. നമുക്കിതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. കാർബൺ നോൺ മെറ്റൽ ആണ് കേട്ടോ. നോൺ മെറ്റൽ. സിലിക്കണും ജെർമേനിയും മെറ്റലോയിഡ്. ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കിക്കോണം. ടിന്നും ലെഡും മെറ്റലാണ്. ടിന്ന് അവസാനത്തെ 2 മെറ്റല്, ഇടയ്ക്കത്തെ 2 മെറ്റലോയിഡ്സ്, ഏറ്റവും മുകളിലത്തെ കാർബൺ നോൺ മെറ്റൽ. ഓക്കെ. വാലൻസ് ഇലക്ട്രോൺ 2s2 ആണ്. അതായത് അന്നേരം നമുക്ക് ns2 അതിൻ്റെ ബാഹ്യശല്യ ഇലക്ട്രോൺ 4. ആറ്റോമിക് റേഡിയസ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും കൂടിക്കൂടി വരുന്നു. മെൽറ്റിംഗ് പോയിന്റ് മുകളിൽ നിന്ന് താഴോട്ട്, അതായത് കാർബൺ ടു സിലിക്കൺ നമുക്ക് അവിടെ കുറഞ്ഞു വരുന്നു. ഇവിടെ ഒരു എക്സെപ്ഷണൽ ബിഹേവിയർ ലെഡ് കാണിക്കുന്നുണ്ട്. അതുപോലെ ബോയിലിംഗ് പോയിന്റും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ഇവിടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കുറഞ്ഞു വരുന്നു. ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയും കുറഞ്ഞാണ് വരുന്നത്. മുകളിൽ നിന്ന് കാർബൺ തൊട്ട് ലെഡ് വരെ പോകുമ്പോൾ അവിടെ ഇത് കുറഞ്ഞു വരുന്നു. ഓക്കെ. ഇനി ഇതിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് പരിശോധിച്ചാൽ കാർബൺ ഡയമണ്ടും ഉണ്ട്, ഗ്രാഫൈറ്റും ഉണ്ട്. ഡയമണ്ട് നോൺ കണ്ടക്ടറാണ്, ഗ്രാഫൈറ്റ് കണ്ടക്ടറാണ്. അത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഗ്രാഫൈറ്റിൽ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് അത് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. സിലിക്കോണും ജെർമേനിയും നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ആണത്. അതുപോലെ തന്നെ ടിന്നും ലെഡും ഗുഡ് കണ്ടക്ടേഴ്സ്. ഓക്കെ, ഗുഡ് കണ്ടക്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് അതിൻ്റെ ആറ്റോമിക് റേഡിയസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ഇതുണ്ട് ഇവിടെ ഗ്രൂപ്പിൽ, അല്ലേ? നോൺ മെറ്റലുണ്ട്, അതുപോലെ തന്നെ മെറ്റലോയിഡ്സ് ഉണ്ട്, മെറ്റൽസ് ഉണ്ട്. അതിന് മെറ്റാലിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇസ് ഹാഫ് ഓഫ് ദ എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയർ ഓഫ് നിയറസ്റ്റ് neighbors in the solid. The covalent radius of a non-metallic element is the half of the experimentally determined distance between the nuclei of nearest neighbors. അന്നേരം ഈ രണ്ടിൻ്റെയും തമ്മിലുള്ള
ന്യൂക്ലിയസിന് തമ്മിലുള്ള ദൂരം അല്ലേ, അതാണ് നമ്മളിവിടെ കോവാലന്റ് റേഡിയസും മെറ്റാലിക് റേഡിയസും എന്നുള്ളതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. കോവാലന്റ് റേഡിയസ് is of a non-metallic element is half of the experimentally determined distance between the nuclei of nearest neighbors in the solid. നമുക്ക് ഈ ഗ്രൂപ്പിലെ എലിമെന്റ്സിന്റെ പേര് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്. ഓർത്തിരിക്കുക, കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. ഇതിന്റെ റേഡിയസ്, കോവാലന്റ് റേഡിയസ് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും റേഡിയസ്, കോവാലന്റ് റേഡിയസ് കൂടി കൂടി വരുന്നു അല്ലേ, കൂടി വരുന്നു. There is a considerable increase in covalent radius from carbon to silicon. Thereafter, from silicon to lead, a small increase in radius is obtained. This is due to the presence of completely filled d and f orbitals. ഇവിടെ silicon to lead, a small increase in radius. Silicon to lead, silicon to lead വരെ വളരെ സ്മോൾ ഇതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് ഇൻ ഹെവിയർ മെമ്പേഴ്സ്. അതുകൊണ്ടാണ് അവിടെ സ്മോൾ ഇൻക്രീസിങ് നടക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ ന്യൂക്ലിയസ് ഔട്ടർ ഇലക്ട്രോൺസുമായിട്ട് അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷൻ ഡി ആൻഡ് എഫ് ഒക്കെ വരുമ്പോൾ അവിടെ സ്ക്രീനിങ് എഫക്റ്റ് ഒക്കെ വളരെ സഫീഷ്യൻ്റ് ആകുന്നു. അതായത് നമുക്ക് ശരിയായ രീതിയിൽ അവിടെ സ്ക്രീനിങ് എഫക്റ്റ് നടക്കാത്തത് കൊണ്ടാണ് അവിടെ അത് വ്യത്യാസം വരുന്നത്. അതിൻ്റെ സൈസിനൊക്കെ ഹെവി എലമെൻസിന് ഡി ആൻഡ് എഫ് ഓർബിറ്റൽസ് വരുന്നുണ്ട്. ഇതിലൂടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS2 NP2 ആണ് 4. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ NS2 NP2. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റ് കാർബണിന്റെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കാർബൺ നമുക്ക് പല കോമ്പൗണ്ട്സ് എഴുതുമ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നമുക്ക് എഴുതും NS2 NP2, അതായത് S-ൽ 2 P-ൽ 2. ഇനി എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഹൈബ്രിഡൈസേഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുകയാണ്. അന്നേരം എസിലെ ഇലക്ട്രോണും കൂടെ P-യിലേക്ക് എടുക്കുന്നു. അതാണ് 4 വാലൻസി വരുന്നത്. കാർബൺ പ്രത്യേകിച്ച് ഓർക്കുക, 4 വാലൻസി വരുന്നത്. ഇനി നമുക്ക് ഈ ഗ്രൂപ്പിന്റെ കാർബൺ ഗ്രൂപ്പ് 14 എലിമെന്റ്സിന്റെ അയനൈസേഷൻ എനർജി പറയുമ്പോൾ എന്താണ് അയനൈസേഷൻ എനർജി? ഇപ്പം നമുക്കറിയാം പലതരത്തിലുള്ള അയനൈസേഷൻ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അയോൺസ് ആകാനുള്ള എനർജി, ദ ഫസ്റ്റ് അയനൈസേഷൻ എനർജി ഇസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് 1 mole of the most loosely held electron from 1 mole of gaseous atom to produce 1 mole of gaseous ions. അതായത് വാതകാവസ്ഥയിലുള്ള ഒരു ആറ്റം അത് X+ വാതകാവസ്ഥയിൽ തന്നെയുള്ള കാറ്റയോൺ ആയി മാറുന്നു. അങ്ങനെ അതിന് ആവശ്യമായ എനർജീനെ നമ്മൾ അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത് അല്ലേ. ഓർക്കുക, അതിന് അയനൈസേഷൻ എനർജി എങ്ങനെയാണ്? പലതരത്തിലുള്ള വേരിയേഷനാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് കാണാം കാർബൺ ഏറ്റവും ചെറിയ ആറ്റമാണ്. അതിൻ്റെ അയനൈസേഷൻ എനർജി 1086 ആണ്. ഇനി സിലിക്കൺ ആയപ്പോൾ 786 ആയി. നമ്മൾ കാണുവാണ് കുറയുന്നു. ജെർമേനിയം 761 കുറയുന്നു. ടിൻ 708 അവിടെയും കുറയുന്നു. ഇനി അടുത്ത എന്താണ് സംഭവം? ലെഡിന് അവിടെ അയനൈസേഷൻ എനർജി കൂടുന്നു, 715 ആയി. The ionization energy decreases down the group. The first ionization energy of group 14 members is higher than the corresponding members of group 13. ഗ്രൂപ്പ് 13 എലമെന്റ്സിനേക്കാളും അയനൈസേഷൻ എനർജി ഇവിടെ കൂടുതലാണ് ഗ്രൂപ്പ് 14. ഇവിടെ പക്ഷേ നമ്മൾ ഈ ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ താഴോട്ട് വരുന്നതോറും അത് കുറഞ്ഞു വരുന്നു. എന്നാൽ ലെഡിന് മാത്രം അവിടെ ഒരു പ്രത്യേക സ്വഭാവം കാണിക്കുന്നു. അതെന്താണ് നമുക്ക് നോക്കാം. ടിൻ, കാർബൺ 1086, സിലിക്കൺ 786, ജെർമേനിയം 761, ടിൻ 707 കുറഞ്ഞു. പക്ഷേ ലെഡ് വന്നപ്പോൾ അതിനേക്കാളും കൂടി 715 ആയി. നമുക്കിവിടെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ഒബ്സർവ് ചെയ്യണം. ജെർമേനിയം, ഹീലിയം, കാർബണിൻ്റെ നമുക്ക് 6 ആണ്, 1s2 2s2 2p2. ഹീലിയം നോബിൾ ഗ്യാസ് കൊടുത്തിട്ടേ ഉള്ളൂ. സിലിക്കൺ നമുക്കറിയാം 3s2 3p2 ആണ്. ജെർമേനിയം ആയപ്പോൾ D ഓർബിറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്, D ഇലക്ട്രോൺസ്. അതുപോലെ ടിൻ വന്നപ്പോൾ 4D ഇലക്ട്രോൺസ് ഇവിടെ വന്നു. ലെഡ് ആയപ്പോൾ അവിടെ Fഉം Dയും കൂടെ വന്നു, Fഉം Dയും. അത് ശ്രദ്ധിക്കുക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. The first ionization enthalpy of group 14 members is higher than corresponding members of group 13. The influence of inner core of electron is visible here. In general, the ionization enthalpy decreases down the group. Small decrease in delta H from silicon to germanium to tin and a slight increase in delta H from tin to lead is the consequence of poor shielding effect of intervening of D and F orbitals and increase in size of the atoms.
ഇവിടെ ലെഡിനകത്ത് നമുക്കറിയാൻ പറ്റും, ഇവിടെ ഇടയ്ക്കായിട്ട് എഫും ഡിയും ഇലക്ട്രോൺ വന്നുകൊണ്ടാണ്, പ്യുവർ ഷീൽഡിംഗ് എഫക്റ്റ് വന്നുകൊണ്ടാണ് ഇവിടെ അയണൈസേഷൻ എൻതാൽപ്പി ലെഡിൻ്റെ ടിന്നിനെ അപേക്ഷിച്ച് കൂടിയിരിക്കുന്നത്. സാധാരണ രീതിയിൽ അയണൈസേഷൻ എനർജി താഴോട്ട് വരുന്തോറും, അതായത് ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും കുറഞ്ഞാണ് വരേണ്ടത്. ടിന്നും ലെഡും കൂടെ കമ്പയർ ചെയ്തപ്പോൾ ലെഡിന് വ്യത്യാസം വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ലെഡിൻ്റെ ഉള്ള ഇന്നർ ഓർബിറ്റിൽ നോക്കുക. ഇന്നർ ഓർബിറ്റിനകത്ത് 4Fഉം 5D ഇലക്ട്രോൺസും വന്നതുകൊണ്ട് പ്യുവർ ഷീൽഡിംഗ് എഫക്റ്റ് ആണ് അവിടെ വന്നത്. അതുകൊണ്ടാണ് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ദ ആറ്റം ആൻഡ് അവിടെ അയണൈസേഷൻ എനർജിക്കും വ്യത്യാസം വന്നിരിക്കുന്നത്. അടുത്താണ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ഗ്രൂപ്പ് 14 എലമെന്റ്സ്. നമുക്കിവിടെ കാണാൻ സാധിക്കും മെൽറ്റിംഗ് പോയിന്റ് കാർബൺ കൂടുതലാണ്, സിലിക്കൺ അതിനേക്കാളും കുറവാണ്, പിന്നെ അങ്ങ് കുറഞ്ഞു വരുന്നു. എന്നാൽ ലെഡിന് മാത്രം കുറച്ച് വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബോയിലിംഗ് പോയിന്റ്, ഈ നീല ലൈൻ ബോയിലിംഗ് പോയിന്റാണ്. ബോയിലിംഗ് പോയിന്റും ഇങ്ങനെ കാർബൺ, സിലിക്കൺ, ജെർമേനിയം കുറഞ്ഞു വരുന്നു. The melting and boiling point of carbon and silicon are much higher than those of the other elements of this group. കാർബൺ ആൻഡ് സിലിക്കൺ വളരെ കൂടുതലാണ് കേട്ടോ. നമുക്ക് കാണാൻ പറ്റും ഗ്രാഫിൽ കാർബണിൻ്റെയും സിലിക്കണിൻ്റെയും കൂടുതലാണ്. ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ ഏകദേശം അടുത്തടുത്ത് വരുന്നു. മച്ച് ഹയർ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് കാർബൺ ആൻഡ് സിലിക്കൺ ആർ ഡ്യൂ ടു ദെയർ നെറ്റ്വർക്ക് കോവാലന്റ് ബോണ്ടഡ് സ്ട്രക്ചർ. നെറ്റ്വർക്ക് അതിന് കോവാലന്റ് ബോണ്ടഡ് സ്ട്രക്ചർ കാരണമാണ് കാർബണിൻ്റെയും സിലിക്കണിൻ്റെയും മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ളത്. The melting and boiling point of group 14 elements decreases down the group. The decrease being very sharp after germanium. Tin shows the lowest melting point. ഏറ്റവും ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് കാണിച്ചിരിക്കുന്നത് ഇവിടെ ടിന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എ സിമ്പിൾ psi measure the tendency of an atom to attract a shared pair of electrons. An atom electronegativity is affected by both its atomic number and the distance at which its valence electron resides from the charged nucleus. നമുക്കിവിടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഒന്ന് കമ്പയർ ചെയ്യാം. ഒരു ഗ്രൂപ്പിൽ നമുക്ക് പി ബ്ലോക്കിലേക്ക് പോകുന്നു, എസ് ബ്ലോക്കിൽ നിന്ന് പി ബ്ലോക്കിലേക്ക് പോകുന്നതോറും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നു. ഇലക്ട്രോനെഗറ്റിവിറ്റി നമ്മുടെ ഗ്രൂപ്പ് 14ന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ അവസ്ഥ എന്താണ്? ഇവിടെ കാർബൺ ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി, അത് കഴിഞ്ഞ് കുറഞ്ഞു വരുന്നു. Due to small size, the elements of this group are slightly more electronegative than group 13 elements. The electronegativity values elements from silicon to lead are almost the same. നമുക്ക് സിലിക്കൺ ടു ലെഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ സിലിക്കൺ 1.8, ജെർമേനിയം 1.8, ടിൻ 1.8, ലെഡ് 1.9. ചെറിയ വ്യത്യാസം. ഇവിടെ DuF ഒക്കെ വരുന്നതുകൊണ്ടാണ് അവിടെ വ്യത്യാസം വരുന്നത്, അകത്ത് ഇന്നർ കോറിനകത്ത് വരുന്നതുകൊണ്ടാണ്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഗ്രൂപ്പ് 14 കെമിക്കൽ പ്രോപ്പർട്ടീസ്. Group 14 has non-metals, metals and metalloids. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. ഗ്രൂപ്പ് 14നകത്ത് മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. നോൺ മെറ്റൽ ആരാണ്? നമ്മുടെ കാർബൺ അല്ലേ, മെറ്റല്, മെറ്റലോയിഡ്സ്. ഗ്രൂപ്പ് 14 ഹാസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഫ്രം നോൺ മെറ്റൽ ടു മെറ്റൽ. വിത്ത് കെമിക്കൽ റിയാക്ഷൻസ് the elements in group 14 have generally low electronegativity. Carbon has the highest heat of fusion, highest heat, and silicon also has one of the highest heats of fusion under. In molecular structure പറയുകയാണെങ്കിൽ atomic radius increases as travel down the group. Ionization decreases as travel down the group. In general, chemical reactivity increase on descending the group. Carbon has a unique ability to form stable compounds. കാർബൺ ഒരു പ്രത്യേകതയുണ്ട്. കാർബണ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി ഉണ്ട്. കാറ്റിനേഷൻ പ്രോപ്പർട്ടി അതായത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ചെയിൻ സർവീസ് പോലെ അങ്ങ് നടത്തും. അതാണ് ഏറ്റവും കാർബണിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് ഒത്തിരി കാർബണിൻ്റെ അനേകായിരം കോമ്പൗണ്ട്സ് ആണ് നമ്മുടെ വേൾഡിലുള്ളത്. സിലിക്കൺ എന്ന് പറഞ്ഞാൽ സിലിക്കൺ മൾട്ടിപ്പിൾ ബോൺസ് ഉണ്ടാകുന്നുണ്ട്. സിലിക്കൺ ഡസ് നോട്ട് ഹൗവർ ഫോം മൾട്ടിപ്പിൾ ബോൺസ്. ഓർക്കുക, സിലിക്കൺ ഈസ് അൺറിയാക്റ്റീവ്. സിലിക്കൺ ഡസ് നോട്ട് ഫോം, ഓർക്കുക, ഡസ് നോട്ട് ഹൗവർ ഫോം മൾട്ടിപ്പിൾ ബോൺസ്. കാർബൺ എന്നാൽ ഇഷ്ടംപോലെ മൾട്ടിപ്പിൾ ബോൺസ് ഉണ്ടാകുന്നുണ്ടെന്ന് ഓർത്തിരിക്കുക. സിലിക്കൺ ഈസ് അൺറിയാക്റ്റീവ് കെമിക്കലി. ഓക്കെ, അൺറിയാക്റ്റീവ് ആണ് കെമിക്കലി. നമ്മൾ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, കെമിക്കൽ റിയാക്ടിവിറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണെന്ന് ഓർക്കണം. ഗ്രൂപ്പ് 14 എലമെന്റ്സ് ആകുമ്പോൾ 4 വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്. അതുകൊണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാർബൺ +4, സിലിക്കൺ +4,
നമുക്ക് അടുത്ത ടിന്നും ലെഡും ജർമേനിയും ഒക്കെ +2 +4 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകം താഴെ ഓർക്കുക, താഴെ +2 വന്നിട്ടുണ്ട് കേട്ടോ. The group 14 elements have 4 electrons in outermost shell. The common oxidation state exhibited by these elements are +4 and +2. കാർബൺ ഓൾസോ എക്സിബിറ്റ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്. +4 കൂടാതെ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റും കാർബൺ കാണിക്കുന്നു. Since the sum of the first 4 ionization enthalpy is very high, compounds in +4 oxidation state are generally covalent in nature. ഈ +4 oxidation state കാണിക്കുന്നതെല്ലാം covalent nature ആണ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഏറ്റവും ഹെവി മെറ്റലായ ടിന്നും ലെഡും ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അവിടെ അവർ സ്റ്റേബിൾ ആണ്. പ്രത്യേകിച്ച് ലെഡ് കോമ്പൗണ്ട്സ് ഇൻ +2 സ്റ്റേറ്റ് ആർ സ്റ്റേബിൾ ആൻഡ് ഇൻ +4 സ്റ്റേറ്റ് ദേ ആർ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ്. +4 ലെഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണെ സ്വീകരിക്കുന്ന ആളായിട്ടാണ് ലെഡ് +4 സ്റ്റേറ്റിനകത്ത് ആക്ട് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ലെഡിന് +2 ആണ്. In heavier members, the tendency to show +2 oxidation state increase in the silicates. ലെഡിനാണ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് ടിന്ന്, അത് കഴിഞ്ഞ് ജർമേനിയം. ഏറ്റവും കൂടുതൽ ലെഡിനാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റേബിൾ ആവുന്നത്. അതെന്തായിരിക്കും കാരണം? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇന്നബിലിറ്റി ഓഫ് NS2. ഇവിടെ ലെഡിന് നമുക്കറിയാം, ലെഡിൻ്റെ കോൺഫിഗറേഷൻ 6s2 ഈ 2 ഇലക്ട്രോൺ റിയാക്ഷനിൽ പങ്കെടുക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം ലെഡിൻ്റെ ഇന്നർ കോർ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഡിയും എഫും ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ഡിയും എഫും ഇലക്ട്രോൺസ് സ്ക്രീനിങ് എഫക്റ്റ് വളരെ കുറവായതുകൊണ്ട് s-ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് വളരെയധികം അട്രാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് എസിന് അതിൻ്റെ ഇലക്ട്രോണെ ഒന്ന് വിട്ടുകൊടുക്കാനുള്ള ഒരു വിരക്തി ഇനേർട്ട്നെസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് പിയിലെ 2 ഇലക്ട്രോൺ മാത്രമേ അവിടെ റിയാക്റ്റീവ് ആകുന്നുള്ളൂ. അതുകൊണ്ടാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ലെഡ് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കുന്നത്. ഇതാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. എന്താണ് ഇനേർട്ട് പെയർ എഫക്റ്റ്? ഇറ്റ് ഈസ് ദ റിലക്ടൻസ് ഓഫ് ദ s-ഇലക്ട്രോൺസ് ഓഫ് ദ വാലൻസ് ഷെൽ ടു ടേക്ക് പാർട്ട് ഇൻ ബോണ്ടിങ്. s-ഇലക്ട്രോൺ ഒരു വിരക്തിയാണ് റിയാക്ഷനിൽ പങ്കെടുക്കുവാൻ. ആ എഫക്റ്റിന് പറയുന്ന പേരാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. ഓക്കെ, ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് ഒക്കേഴ്സ് എന്തുകൊണ്ടാണ്? കാരണം ഡ്യൂ ടു പ്യുവർ ഓർ ഇൻഎഫക്റ്റീവ് ഷീൽഡിംഗ് ഓഫ് ദ NS2 ഇലക്ട്രോൺസ് ഓഫ് ദ വാലൻസ് ഷെൽ ബൈ ഇന്റർവീനിങ് D and F ഇലക്ട്രോൺസ്. ഓർത്തിരിക്കുക, ഹെവി മെറ്റൽസിലോട്ട് വരുമ്പോൾ ഇടയ്ക്കായിട്ട് ഡിയും എഫും ഇലക്ട്രോൺസ് വരുന്നു. അതിൻ്റെ പ്യുവർ ഷീൽഡിംഗ് എഫക്റ്റ് കാരണമാണ് ഇനേർട്ട് പെയർ എഫക്റ്റ് ഉണ്ടാകുന്നത്. ഇനേർട്ട് പെയർ എഫക്റ്റ് നമുക്ക് മനസ്സിലോട്ട് തറവായിട്ട് പഠിക്കണം. ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇനാക്റ്റീവ്നെസ് ആണ്. പെയർ ഓഫ് ഇലക്ട്രോൺ s orbital become inert and inert pair effect is specific features of heavy p block elements. ഹെവി p block elementsന്റെ ലെഡിൻ്റെയാണ് ഏറ്റവും പ്രത്യേകമായിട്ടുള്ളത്. ഇനി നമ്മൾ ഗ്രൂപ്പ് 13 നമ്മൾ പഠിച്ചായിരുന്നു ഇനേർട്ട് പെയർ എഫക്റ്റ്. ഓർത്തിരിക്കുക. അന്നേരം ഏറ്റവും താഴെ കാണുന്ന p ബ്ലോക്കിനകത്ത് ഏറ്റവും താഴെ കിടക്കുന്ന മെറ്റൽസിനാണ് ഇനേർട്ട് പെയർ എഫക്റ്റ് കൂടുതലായിട്ട് കാണിക്കുന്നത്. ഗ്രൂപ്പിൽ താഴോട്ട് വരും തോറും ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബോണ്ട് ലെന്ത് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ബോണ്ട് ലെന്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബോണ്ട് എനർജി ഡിക്രീസ് ചെയ്യുന്നു. ബോണ്ട് ലെന്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ബോണ്ട് എനർജി. ഈ ബോണ്ട് എനർജി ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ദിസ് ബോണ്ട് എനർജി ഇസ് നോട്ട് സഫിഷ്യൻറ്റ് ടു അൺപെയർ s ഓർബിറ്റ് ഇലക്ട്രോൺസ് ഓഫ് p ബ്ലോക്ക് എലമെന്റ്സ്. അതുകൊണ്ടാണ് s-ഇലക്ട്രോൺസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതെ ഇനേർട്ടായിട്ട് നിൽക്കാൻ കാരണം. അതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. ഇത് നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ചോദിക്കുന്ന വാട്ട് ഈസ് ഇനേർട്ട് പെയർ എഫക്റ്റ് എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. പിന്നെ ഓർക്കുക, ഗ്രൂപ്പ് p ബ്ലോക്ക് എലിമെൻസിനകത്ത് ഹെവി എലിമെൻറ്റ്സ് ഒക്കെ +2 അല്ലെങ്കിൽ അങ്ങനത്തെ ലോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കൂടുതലായിട്ട് സ്റ്റേബിൾ ആയിരിക്കുന്നത്. ഇപ്പം സ്റ്റെബിലിറ്റി ഓഫ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും കൂടുന്നു. ഇനി താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നതോറും സ്റ്റെബിലിറ്റി ഓഫ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നു. അതായത് കാർബൺ, സിലിക്കണൊക്കെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലായിട്ടുണ്ട്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ടിന്ന്, ലെഡിനൊക്കെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റേബിൾ. അന്നേരം ഗ്രൂപ്പ് 14 എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പരിശോധിച്ചാൽ കാർബൺ +4, സിലിക്കൺ +4, ജർമേനിയം, ടിന്ന്, ലെഡ് +2 +4. അന്നേരം ലെഡിനാണ് ഏറ്റവും കൂടുതൽ +2 സ്റ്റേറ്റ് കൂടുതലായിട്ട് കാണിക്കുന്നത്. The inert pair effect causes the heavy post-transition elements to have as their most stable oxidation state those that are 2 less than the group oxidation state. ഇപ്പം നമുക്കിവിടെ ലെഡിനകത്ത് ഗ്രൂപ്പ് 4 ആണ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏറ്റവും മുകളിൽ കാണിക്കുന്നത്. എന്നാൽ ഏറ്റവും താഴോട്ട് ഹെവി മെറ്റലായ ലെഡിൻ്റെ കാര്യം വരുമ്പോൾ ഗ്രൂപ്പ് 2 കുറച്ചാൽ മതി. 2 കുറക്കുമ്പോൾ 2. ആ 2 എന്ന് പറയുന്നതാണ് അതിന് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്.
It is due to the high electronegativity of these elements that a pair of electron is retained. Inert pair ഇതിൻ്റെ നമ്മുടെ പി ബ്ലോക്കിൽ കാണപ്പെടുന്ന ഒരു ഫിനോമിനയാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ, വൈ PbI4 ഡസ് നോട്ട് എക്സിസ്റ്റ്? PbI4 അങ്ങനെയാണെങ്കിൽ PbI4നകത്ത് ബ്ലഡിന് എന്നാ ചാർജ് വേണ്ടത്? ബ്ലഡ് +4 ആകണം. അന്നേരം ഇത് ഡ്യൂ ടു അതങ്ങനത്തെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അന്നേരം നമ്മൾ പറയണം ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ് എന്നുള്ള കാര്യം പറയണം. അതുകൊണ്ടാണ് PbI4 ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇവിടെ നമുക്കറിയാം ലെഡിനകത്ത് F ഇലക്ട്രോണും D ഇലക്ട്രോണും ഒക്കെ ഉണ്ട്. അന്നേരം ആ ഡ്യൂ ടു പ്യുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് F ഓർബിറ്റൽ ലെഡ് ന്യൂക്ലിയസ് പുൾ ദ ഔട്ടർ S ഇലക്ട്രോൺ ഹെൻസ് S ഇലക്ട്രോൺ സ്റ്റേഡ് ഇനേർട്ട് ഷീൽഡഡ് ഓർഡർ. അന്നേരം നമുക്കിവിടെ കാണാൻ പറ്റും S ഇലക്ട്രോണ് ലെഡിൻ്റെ ന്യൂക്ലിയസ് നല്ലപോലെ വലിച്ചെടുക്കും. ഡ്യൂ ടു പ്യുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് F ഓർബിറ്റൽ ലെഡ് ന്യൂക്ലിയസ് പുൾ ദ ഔട്ടർ S ഇലക്ട്രോൺസ്. അതുകൊണ്ടാണ് നമ്മുടെ S ഇലക്ട്രോൺ ഇതിനകത്ത് റിയാക്ഷനിൽ പങ്കെടുക്കാൻ വരാതിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ന്യൂക്ലിയസിനകത്ത് ഫസ്റ്റ് എനർജി ലെവൽ, സെക്കൻഡ് എനർജി ലെവൽ അങ്ങനെ പോകുന്നു. ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ കാർബൺ കനോട്ട് എക്സീഡ് ഇറ്റ്സ് കോവാലൻസ് മോർ ദാൻ 4. അതർ എലിമെന്റ്സ് ഓഫ് ദി ഗ്രൂപ്പ് ക്യാൻ ഡു സോ. എന്തായിരിക്കും കാരണം? കാർബൺ ഏറ്റവും ചെറിയ എലിമെന്റ് ആണ്. കാർബണ് ഒരു പ്രത്യേക കാര്യമുണ്ട്, ഏറ്റവും കുഞ്ഞാകുമ്പോൾ അതിന് ഡി ഓർബിറ്റൽ ഇല്ല. എപ്പോഴും അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട് ഒരു ഗ്രൂപ്പിലെ ആദ്യത്തെ എലിമെന്റ്. അതിന് ഏത് ഗ്രൂപ്പിനും നമുക്ക് പറയാൻ പറ്റും ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ഡി ഓർബിറ്റൽ. ഇറ്റ് ഈസ് ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ഡി ഓർബിറ്റൽ ഇൻ ദം. കാർബൺ ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം ഡി ഓർബിറ്റൽ നമുക്ക് അവിടെ പറയാൻ പറ്റും. എന്നാൽ കാർബൺ എന്ത് പറയാൻ പറ്റത്തില്ല? കാർബണ് ഡി ഓർബിറ്റൽ അവിടെ ഇല്ല. Due to this, their halide undergo hydrolysis and have tendency to form complex by accepting electron pairs from donor species. അതായത് ഇത് കാർബൺ ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം ഹൈഡ്രോളിസിസിനൊക്കെ വിധേയമാകുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SiF62- അങ്ങ് എക്സിസ്റ്റ് വേറെ ഹൈബ്രിഡൈസേഷൻ ഓഫ് ദി സെൻട്രൽ ആറ്റം ഇസ് sp3d2. കാരണം ഡി ഓർബിറ്റോടെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഹൈബ്രിഡൈസേഷനിലൊക്കെ കാർബൺ ഒഴികെ ബാക്കിയുള്ളതിനെല്ലാം പങ്കെടുക്കാൻ സാധിക്കുന്നു. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഗ്രൂപ്പ് 14 എലമെൻസിനെ പറ്റിയാണ് പഠിച്ചത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.